നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ക്ലേൻ്റെ വീഡിയോ ആണ്. ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, വളരെ എളുപ്പമാണ്. അതിന് വേണ്ട സാധനങ്ങൾ മൈദയാണ്. 1 കപ്പ് മൈദയും 1/2 കപ്പ് ഉപ്പും 1/2 കപ്പ് വെള്ളവും. ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കണമെന്ന് മാത്രം. മറ്റേത് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ടായി പോകും, ഹാർഡായിട്ട് പോകും. അപ്പം അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പം നമ്മൾ 1 കപ്പ് മൈദ എടുത്ത് 1/2 കപ്പ് ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒന്നിച്ചൊഴിച്ചു. പക്ഷേ ചില സമയത്ത് നമുക്ക് അത്രയും വെള്ളം ആവശ്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ നോക്കി കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ, അതിനനുസരിച്ചിട്ട്. അപ്പം ഇതിലെനിക്ക് കുറച്ചൊന്ന് വെള്ളം കൂടിപ്പോയ പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരു നുള്ളു പൊടി കൂടെ ഒരു ജസ്റ്റ് ഒരു നുള്ളു പൊടിയും കൂടെ ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരുവിധം പാകത്തിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നന്നായി കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും പിന്നെ അതേപോലെ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ല അങ്ങനെ എന്തെങ്കിലും ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, ഈസിയാണ്. നമുക്ക് നമ്മളെ കൈകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ക്ലേ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ വേഗത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ വെള്ളത്തിൽ 1/2 കപ്പ് ഉപ്പ് 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കുഴച്ചിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളർ ചേർത്തിട്ടും കാണിക്കുന്നുണ്ട്, ആക്രിലിക് കളറും ചേർത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള വാട്ടർ കളറോ ആക്രിലിക് കളറോ ഫാബ്രിക് കളറോ എന്ത് കളർ വേണമെങ്കിലും നമുക്കിതിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് ഫുഡ് കളർ ഇട്ട് കൊടുത്തപ്പം അത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് എനിക്ക് അത് കുറച്ചിങ്ങനെ നമ്മൾ ആ ക്ലേ കുറച്ചുകൂടി ഒരു ലൂസായ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആക്രിലിക് കളർ ഫാബ്രിക് കളറും ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ആക്രിലിക് കളറിൻ്റെ കോൺ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ബ്ലൂ കളർ ചെയ്തിട്ടുള്ളത്. അതേപോലെ എല്ലാ കളറുകളും അങ്ങനെ ആക്രിലിക് കളർ ഫാബ്രിക് കളർ ഫുഡ് കളർ ഇതൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടിത് ഒരു ക്ലിങ് പേപ്പറിൽ നമ്മൾ കവർ ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറേ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ കയ്യിൽ കളറായാൽ അതൊക്കെ പോവുകയൊക്കെ ചെയ്യും കേട്ടോ കഴുകിയിട്ടുണ്ടെങ്കിൽ. ഇത് പിന്നെ ഈ ക്ലേന്ന് കളർ നമ്മളെ കയ്യിലേക്ക് പിടിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.